വിശുദ്ധ കൊസ്മാസും വിശുദ്ധ ഡാമിയനും. പഴയ തുർക്കിയായ സിൽസിയയിലെ അലക്സാൻഡ്രറ്റ മുനമ്പിൽ ആണ് ഈ വിശുദ്ധർ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. വിശുദ്ധ ലൂക്കിനൊപ്പം ഡോക്ടർമാരുടെ വിശുദ്ധരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. വിശുദ്ധ കോസ്മാസും വിശുദ്ധ ഡാമിയനും പടമില്ലാത്തവർ എന്ന രീതിയിലാണ് കിഴക്കിൽ ബഹുമാനിക്കപ്പെടുന്നത്. കാരണം സൗജന്യമായാണ് അവർ വൈദ്യചികിത്സ നൽകിയിരുന്നത്. ഇവർ ഇരട്ട സഹോദരങ്ങളായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി നടത്തിയ അടിച്ചമർത്തലിൽ വളരെ തീഷ്ണതയുള്ള ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നിലകൊണ്ടവരാണ് ഈ വിശുദ്ധർ. സിൽസിയയിലെ ഗവർണർ ആയ ലിസിയാസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉത്തരവിറക്കിയത് പിന്നീട് ഇരുവരെയും ശിരച്ഛേദനം ചെയ്യുകയായിരുന്നു. ഇവരുടെ ശരീരം പിന്നീട് സിറിയയിൽ കൊണ്ടുവരികയും സിർഹൂസ് എന്ന സ്ഥലത്ത് അടക്കം ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. വളരെ പുരാതന കാലം മുതൽ ഇവർ ബഹുമാനിക്കപ്പെടുകയും ഇവരുടെ അത്ഭുതകരമായ രോഗശാന്തി മൂലം വൈദ്യന്മാരുടെ മധ്യസ്ഥർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. റോമിൽ ഇവരുടെ നാമധേയത്തിലുള്ള ബസിലിക്ക വളരെ മനോഹരമായ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെയേറെ അടിച്ചമർത്തലുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ധീരന്മാരായ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള സ്മരണകളാണ് ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഭയിലെ ഏറ്റവും പഴക്കമേറിയ തിരുനാളുകളിൽ ഈ വിശുദ്ധരുടെ തിരുനാളുകളും ഉൾപ്പെടുന്നു. പശ്ചിമ പൗരസ്ത്യ നാടുകളിൽ ഈ വിശുദ്ധർ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്നു.